എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. മീനച്ചാറൊക്കെ നന്നായി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 5-6 മാസം കേടുകൂടാതിരിക്കും. ഹോസ്റ്റലിൽ പോയി താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കും വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നല്ലൊരു പറ്റിയ ഐറ്റമാണ് മീനച്ചാർ. മീനച്ചാർ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും. ഇന്ന് നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പി കാണാം. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഈ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏത് ദശക്കട്ടിയുള്ള മീനും നമുക്ക് എടുക്കാം. സാധാരണയായിട്ട് നെയ്മീൻ, മോത, കേര, ഓലക്കൊടിയൻ എന്നീ മീനുകളാണ് എടുക്കാറുള്ളത്. ഏത് മീനാണെങ്കിലും എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് 4-5 മിനിറ്റ് ഉപ്പും വിനീഗറും ചേർന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം 5-6 പ്രാവശ്യം കഴുകിയെടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള മീനാണ്. ക്ലീൻ ചെയ്ത മീൻ 1 കിലോ ഉണ്ട്. ഇതിലേക്ക് 1 കിലോ മീനച്ചാറിനുള്ള അളവാണ് പറയുന്നത്. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം ചേർത്ത് മീൻ കൈവച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മീൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ തിക്കിയിടേണ്ട, ഈ വെളിച്ചെണ്ണയിൽ കൊള്ളാൻ മാത്രം പാകത്തിനുള്ള മീൻ ഇട്ട് കൊടുക്കുക. മീൻ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഈ മീൻ പീസിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുന്ന വിധത്തിൽ വറുത്ത് കോരിയെടുക്കണം. അതുപോലെ പാകത്തിൽ പുറത്ത് മൊരിവും വരണം. ഒരു പ്രാവശ്യം ഈ മീൻ വറുത്തെടുക്കാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു. ഇതുപോലെ 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ മീൻ വറുത്തു കോരിയെടുത്തത്. വറുത്ത് കോരിയെടുത്ത മീൻ ഒരു ഹോൾസുള്ള കൊട്ടയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം, എക്സ്ട്രാ എണ്ണയൊക്കെ പോയി കിട്ടാൻ. ബാക്കിയുള്ള മീനുകളും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ മീനൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആദ്യം കാണിക്കാം. ഇവിടെ സ്ലൈസ് ചെയ്തെടുത്ത വെളുത്തുള്ളി 1/4 കപ്പ്, കൊത്തിയരിഞ്ഞ ഇഞ്ചി 1/4 കപ്പ്, സ്ലൈസ് ചെയ്തെടുത്ത പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില കുറച്ച്, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വഴിയെ പറയാം. ഞാനിവിടെ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു ചീനച്ചട്ടി ചൂടാക്കി 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്നതും. ഉലുവ മൂത്തതിന് ശേഷം കൊത്തിയരിഞ്ഞ ഇഞ്ചി, സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി, സ്ലൈസ് ചെയ്ത പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റാനായിട്ട് തുടങ്ങാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത സമയത്തും 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇപ്പോഴും 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി വേണം പിന്നീട് ഉപ്പ് ചേർക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കുക. എപ്പോഴും അച്ചാറിനൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ മൺപാത്രത്തിലോ ആണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതുപോലെ ചേർക്കുമ്പോൾ ചീനച്ചട്ടിയുടെ അടിയിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ആ വെള്ളം വറ്റി പോകുമ്പോഴേക്കും നമുക്കിതുപോലെ ഇളക്കി കൊടുത്താൽ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രവും അതുപോലെ അലുമിനിയം പാത്രമൊന്നും ഈ വിനീഗർ ചേർത്തിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. കെമിക്കൽ റിയാക്ഷൻ വന്നാലോ എന്ന് വിചാരിച്ച്. ഉള്ളിയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്നതും വേറൊരു സ്പൂൺ വെച്ച് മാറ്റി കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ
നല്ല എരിവുള്ള മുളക് പൊടിയും 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. ഈ മുളക് പൊടി ചേർത്തിട്ട് ഒരു 1.5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഈ മുളക് പൊടിയുടെ പച്ച ഒരു ചുവയൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1.5 മിനിറ്റ് വഴറ്റി ഇനി നമുക്ക് 1.25 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറും ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിന് പുളിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ 1 കപ്പ് ആദ്യം വിനീഗർ ചേർത്തിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് 1/4 കപ്പ് നോക്കി ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ 3 ടീസ്പൂൺ നിറയെ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇനി നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പാകത്തിനുള്ളൊരു ഉപ്പാണ്. നമ്മൾ മീനും ഉപ്പ് ചേർത്തിട്ടാണല്ലോ വറുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും. നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതി. എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മീൻ പീസസ് ചൂടോടുകൂടെ തന്നെ, ഗ്രേവി ചൂടായിട്ടായിരിക്കുന്നത്, ആ ചൂടോടുകൂടെ തന്നെ മീൻ പീസസ് വറുത്ത് കോരി എടുത്തിരിക്കുന്നത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഗ്രേവി മീൻ പീസിൽ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റായി വരുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ടേബിൾ ടോപ്പിൽ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ അച്ചാർ ഇങ്ങനെ മൂടി വയ്ക്കുകയുള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഉപ്പ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പിറ്റേ ദിവസം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ ഗ്രേവി മീൻ പീസിൽ പിടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഗ്രേവി നമുക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് ഒരു 1/4 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് തിളപ്പിച്ച് ഇതിലൊഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇതിൽ ഗ്രേവി ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. ടോട്ടലായിട്ട് 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇതിന് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഈ ഒരു അളവിൽ മുളക് പൊടി, വിനീഗർ, ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. മീനച്ചാറിലൊക്കെ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്, അച്ചാറിൻ്റെ സ്വാദിനും അതുപോലെ അച്ചാർ കേടുകൂടാതിരിക്കാനും. എന്ന് വിചാരിച്ച് ഉപ്പ് കൂടുതലായി പോകരുത്. അച്ചാർ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഒരു കുപ്പിയിൽ എടുത്തു വയ്ക്കുന്നതിന് പകരം 2-3 കുപ്പിയിലായിട്ട് എടുത്തു വെച്ച് ഉപയോഗിക്കുക. ഒരു കുപ്പിയിൽ കഴിയുമ്പോൾ അടുത്തതെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും അച്ചാർ നല്ല ഫ്രഷ് ആയതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് എടുക്കുക. ഇതിൽ വെള്ളമയമൊക്കെ അച്ചാറിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാറിൽ ഫംഗസ് വരും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാലം അച്ചാർ കേടുകൂടാതിരിക്കും. ഞാൻ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും 1-2 ആഴ്ച കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് പതിവ്. പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലെണ്ണ ചൂടാക്കി അച്ചാറിന് മേലെ ഒഴിക്കണം. അതല്ലെങ്കിൽ അച്ചാറിൽ ഫംഗസ് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.